ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പ്രഭാസ് വെജി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നത് ഒരു മാംഗ്ലൂരിയൻ ഡിഷ് ആയിട്ടാണ്. മാംഗ്ലൂർ ബജി ഓർ ഗോളി ബാജി. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ ഗോലി ബാജിയുടെ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. 1 കപ്പ് മൈദ. മൈദയിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡാക്കാരം. പിന്നെ കുറച്ച് ഉപ്പ്. ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈര്, അധികം പുളിയുള്ള തൈരല്ല, 1 കപ്പ് തൈര് ഒഴിച്ചിട്ട് നന്നായി ഇതിനെ മിക്സ് ചെയ്യണം. അപ്പോൾ മൈദയ്ക്ക് 1 കപ്പ് തൈരാണ് ഉപയോഗിക്കുന്നത്, അധികം പുളിയുള്ള തൈരല്ല ഉപയോഗിക്കുന്നത്. ഇനി ബാക്കി ബാറ്ററിൽ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇച്ചിരി വെള്ളം ഒഴിക്കാം. കൂടി വെള്ളം ഒഴിച്ച് നന്നായി വിസ്ക് ചെയ്തെടുക്കണം, നന്നായി മിക്സ് ചെയ്തെടുക്കണം. കട്ട ഉണ്ടാവരുത്. പിന്നെ നന്നായി ഒരു സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്യണം. ഇതിൽ ബേക്കിംഗ് സോഡയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ ഈ ബാറ്റർ ഏകദേശം നന്നായി ആയിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഞാൻ ഇവിടെ ചേർത്തുന്നുണ്ട്. നല്ലോണം 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയൊക്കെയാണ് ഇതിൻ്റെ ഫ്ലേവറിങ് ഏജൻറ്റ്. പിന്നെ 1 സ്പൂണ് ജീരകം, കുറച്ച് കരുവേപ്പിൻ്റെ ഇല അരിഞ്ഞത്, പിന്നെ നല്ലോണം 1 ടേബിൾ സ്പൂണ് മല്ലിയുടെ ഇല, പിന്നെ തേങ്ങാക്കൊത്ത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നല്ല ടേസ്റ്റാണ്. അപ്പം അതിനെ നന്നായി ഇനി മിക്സ് ചെയ്യാം. ഞാനൊരു ലേശം പഞ്ചസാരയും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായി ഇളക്കി നമുക്ക് അടച്ച് ഒരു 10-20 മിനിറ്റ് വയ്ക്കാം. ഇതാണ് പരുവം. ഞാനൊരു 3 ടേബിൾ സ്പൂണ് തേങ്ങക്കൊത്ത് ചേർത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. അപ്പം നമുക്കിത് അടച്ച് വയ്ക്കാം കുറച്ച് സമയം. നമുക്കിനി ഗോലി ബാജി ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വേണം. ഇതിടുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ. സ്പൂണ് കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് കയ്യിൽ വെള്ളമാക്കിയിട്ട് നമുക്ക് വടയൊക്കെ ഉണ്ടാക്കിയെടുക്കണ മാതിരി ഇടാം. പക്ഷെ കുഞ്ഞി ബോൾസ് ആയിട്ട് വരുന്നതാണ് നല്ലത്. ഇത് ഉടനെ തന്നെ തിരിച്ചിടേണ്ടി വരും. നന്നായിട്ട് ഇതിനെ മറിച്ചിടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. പിന്നെ എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന റെസിപ്പീസ് ഇഷ്ടമാവുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. നന്നായി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. തേങ്ങാക്കൊത്തും പച്ചമുളകും ഒക്കെ കടിച്ചുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടാവും. അപ്പം നമ്മുടെ ഗോളി ബാജി റെഡി ആയിട്ടുണ്ട്. മാംഗ്ലൂർ ബജി സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നല്ല കോക്കനട്ട് ചട്നിയുടെ കൂടെ സൂപ്പർ ആയിരിക്കും. അപ്പം എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.